അമേരിക്കയിലെ ബിസിനസ് മേഖലയിലെ എത്തിക്സ് പരിശോധിക്കുന്ന ഏജൻസിക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് സുക്കർബർഗ്. മത്സര വിപണിയിൽ എതിരാളികളെ വീഴ്ത്താനാണോ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സക്കർബർഗ് ഏജൻസിക്ക് മുന്നിൽ ഉത്തരം നൽകി. കേസിൽ തോറ്റാൽ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒഴിവാക്കേണ്ടി വരും സുക്കർബർഗിന്. ഇന്നലെയാണ് സുക്കർബർഗ് ഏജൻസിക്ക് മുന്നിലെത്തി അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത്. വാഷിംഗ്ടണിലായിരുന്നു സക്കർബർഗിനെ ഏജൻസി വിചാരണ നടത്തിയത്. 10 വർഷം മുൻപാണ് ഈ രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സ്വന്തമാക്കിയത്. എന്നാൽ സ്വന്തം സ്ഥാപനമായ ഫേസ്ബുക്കിന് എതിരാളികളാകും എന്നത് മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിൽ ഈ രണ്ട് പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സക്കർബർഗ് വാങ്ങിയത് എന്നാണ് US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ വാദിക്കുന്നത്. കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിനെയും വാട്സപ്പിനെയും മാറ്റി നിർത്താൻ മെറ്റ നിർബന്ധിതമാകും. എന്നാൽ കമ്മീഷന് മുന്നിൽ ഹാജരായ സുക്കർബർഗ് തനിക്കും കമ്പനിക്കും നേരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. വളരെ ശാന്തമായിട്ടാണ് അദ്ദേഹം വിശദീകരണം നൽകിയതെന്നാണ് റിപ്പോർട്ട്. ഈ കേസ് ഭാവിയിൽ മെറ്റയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ പരസ്യ വരുമാനത്തിന്റെ പകുതിയോളം നേടുന്നത് ഇൻസ്റ്റഗ്രാമാണ്. ഫേസ്ബുക്കിന്റെ ഒരു എതിരാളിയെ നിർവീര്യമാക്കാൻ ഇൻസ്റ്റഗ്രാം ആപ്പ് സ്വന്തമാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സക്കർബർഗിന്റെ പല ഇമെയിലുകളും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരം മെയിലുകളിൽ വാട്സപ്പ് വലിയൊരു സോഷ്യൽ നെറ്റ്വർക്കായി വളരുമോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. 2012 ഇൻസ്റ്റഗ്രാം സക്കർബർഗ് വാങ്ങിയത്. 2014 അദ്ദേഹം വാട്സപ്പും സ്വന്തമാക്കി. ഇത് ഉപഭോക്താക്കൾക്ക് ഏറെ ഗുണം ചെയ്തുവെന്നും നേരത്തെ ഇത് സംബന്ധിച്ച സുക്കർബർഗിന്റെ മെയിലുകളിൽ കാണപ്പെട്ട ആശങ്കയ്ക്ക് പ്രസക്തിയില്ലെന്നും മെറ്റ കമ്മീഷന് മുൻപാകെ വാദിച്ചു. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ മെറ്റയ്ക്ക് കുത്തകയുണ്ടെന്നാണ് ഫെഡറൽ ട്രേഡ് ഏജൻസി അവകാശപ്പെടുന്നത്. അമേരിക്കയിലെ അവരുടെ പ്രധാന എതിരാളികൾ സ്നാപ്പിന്റെ സ്നാപ്ചാറ്റും 2016 ആരംഭിച്ച മീവയും ആണ് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ നടക്കുന്ന വിചാരണ അടുത്ത ജൂലൈ മാസം വരെ നിലനിൽക്കും. ഫെഡറൽ ട്രേഡ് ഏജൻസിയാണ് ഇക്കാര്യത്തിൽ വിജയിക്കുന്നതെങ്കിൽ മെറ്റയ്ക്ക് വാട്സപ്പും ഇൻസ്റ്റയും ഒഴിവാക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. മെറ്റ ഈ വർഷം ഇൻസ്റ്റഗ്രാം വഴി $37.13 മില്യൺ വരുമാനം നേടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം നഷ്ടപ്പെടുകയാണെങ്കിൽ മെറ്റയ്ക്ക് സാമ്പത്തികമായി അത് വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യം ഉറപ്പാണ്. മെറ്റയുടെ ആകെ വരുമാനത്തിൽ വാട്സപ്പ് ഇതുവരെ ഒരു ചെറിയ ശതമാനം മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്നാൽ ദൈനംദിന ഉപഭോക്താക്കളുടെ കാര്യത്തിൽ കമ്പനിയുടെ ഏറ്റവും വലിയ ആപ്പാണിത്. ബിഗ് ടെക് കമ്പനികൾ നിയമവിരുദ്ധമായി കുത്തക നിലനിർത്താൻ ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഫെഡറൽ ട്രേഡ് ഏജൻസിയും അമേരിക്കൻ നീതിന്യായ വകുപ്പും ആരോപിക്കുന്ന 5 കേസുകളിൽ ഒന്നാണിത്. ആമസോണിനും ആപ്പിളിനുമെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ നിലവിലുണ്ട്.